ഇപ്പോൾ ഒരു പ്രദേശവാസിയുടെ പ്രതികരണം വരുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണം കൂടി ഇപ്പോൾ നോക്കാം. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് അത് കാണണം, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ അതില്ല. അപ്പോൾ അവർ സ്വന്തമായിട്ട് അച്ഛൻ സമാധിയായി, അച്ഛൻ അവിടെ കൊണ്ടിരുത്തുന്നു, സുഗന്ധദ്രവ്യങ്ങളിട്ട് കുഴി മൂടുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അസ്വാഭാവികത തോന്നി. കാര്യം കുറച്ച് നാളായിട്ട് ഇദ്ദേഹത്തെ പുറത്ത് കാണാനും ഇല്ല. അപ്പോൾ അങ്ങനെ തോന്നി ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും ആരും കാണിക്കാനൊന്നും പറ്റില്ല. അച്ഛൻ പറഞ്ഞു അങ്ങനെ ആരും കാണിക്കേണ്ട. പക്ഷെ അപ്പം നമ്മൾ ചോദിച്ച ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അറിഞ്ഞറിഞ്ഞ് ഒരുപാട് ജനങ്ങളൊക്കെ വന്നു. അപ്പോൾ ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഗോമസ്വാമിയായിട്ട് ഇവിടെ നാട്ടുകാർക്ക് ഒരുപാട് ബന്ധമുണ്ട്. കാര്യം അങ്ങനെ ഇവിടെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ആളാണ്. ഹിന്ദുക്കളുമായിട്ടും മുസ്ലിമുമായിട്ടും ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയെങ്കിലും കാണാനുള്ളൊരു അവകാശം നാട്ടുകാർക്കുണ്ട്. അപ്പം അത് നിഷേധിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് അച്ഛൻ പറഞ്ഞിട്ട് ആരും കാണിക്കേണ്ടെന്ന് പറഞ്ഞു, അത് ശരിയല്ല. പ്രദേശവാസിയുടെ ഒരു പ്രതികരണം ആണ് വന്നത്. ആ ഒരു മൃതദേഹം അല്ലെങ്കിൽ ഭൗതിക ശരീരം കാണാൻ നാട്ടുകാർക്കൊക്കെ ഒരു അവകാശമുണ്ട്. അതെന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്.